எல்லாரும் சாப்பிட்டு முடிச்சாச்சு. இனியும் கேசு வரவே இல்லை. என்னாச்சு இவனுக்கு? சாதாரணமா கரெக்ட் லஞ்ச் டைம்ல அவன் வருவான். என்னாச்சோ என்னோ. കേശവന് ഒളിവിൽ പോയെന്ന് തോന്നുന്നു. சித்து கேசு கூப்பிட்டானா? நான் கூப்பிட்டேன் கேசுவ. அப்ப அவன் சொன்னா சீக்கிரம் வரேன்னு. ஆனா அவனோட வாய்ஸ்ல ஒரு பதர்ச்சி இருந்தது. இன்னைக்கு அவனோட ரிசல்ட் வர நாள் தானே. இந்த ரெஜிஸ்டர் நம்பர் இருந்துன்னா நம்ம சைட்ல ஏறி பார்க்கலாமா இருந்தது. சிது, உனக்கு நைட்டு சாப்பிடுறதுக்கு മുട്ടക്കറിയും ചപ്പാത്തിയും പോതുമാ? ആന്റി എന്താ ആന്റി ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കണേ? കഴിച്ചതേ ആദ്യം ദഹിക്കട്ടെ, എന്നിട്ട് ചിന്തിക്കാം ഭക്ഷണത്തിന്റെ കാര്യം കേട്ടാ. നമ്മുടെ ഭക്ഷണകാരിയല്ലേ ആന്റിയുള്ള ലോകം. நம்ம என்ன செய்யறோமோ அது ஆத்மார்த்தமா நம்ம செய்யணும். அப்பதான் அது உருப்படும். அப்படிதானே சித்து? അത് കനകാന്റി പറഞ്ഞത് കറക്റ്റ് പോയി. എന്ത് പോയിന്റിന്റെ കാര്യാ പറയുന്നേ? ஐயோ சித்து சொல்லாதப்பா. நான் என்ன பாயிண்ட் சொன்னோமோ அதுக்கு கரெக்டா எதிரால இவங்க சொல்லுவாங்க. சொல்லாதப்பா. പടകാലത്തായിരുന്നപ്പോ അയൽവക്കക്കാരെയും പണിക്കാരെയൊക്കെ അമ്മൂമ്മ കുറ്റം പറയായിരുന്നു. ഇപ്പൊ കുറ്റം പറയാൻ ആരെയും കിട്ടുന്നില്ല. അതുകൊണ്ട് കനയാൻ്റെ കരയില്ല മൊത്തം. அது பாரு சொன்னது கரெக்ட் பாயிண்ட். அதனால இப்ப எனக்கு ரொம்ப தலைவலி. അമ്മച്ചി എന്തുവാ കാലം നീട്ടിയിട്ടിരുന്ന അവിടുന്ന് വിളമ്പുന്നത്? പണ്ടേ ചോനറത്തല ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, കൊച്ചമ്പണി അമ്മൂമ്മ. ഇതേപോലായിരുന്നു. ഒരു മുറുക്കാൻ ചെല്ലം എടുത്ത് കട്ടിലേ വെക്കും, എന്നിട്ട് കാല് നീട്ടി അങ്ങിരിക്കും. എന്നിട്ട് മുറുക്കാനും മുറുക്കിക്കൊണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയും മൊത്തം കുറ്റം പറയുന്ന ജോലിയായിരുന്നു. അതുപോലെ ഇപ്പൊ പാറുവമ്മച്ചി. ചോനർത്തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വെക്കേഷൻ അമ്മൂമ്മ പറഞ്ഞായിരുന്നല്ലോ ചോനർത്തലയെ കൊണ്ടുപോവാന്ന്. എന്നിട്ട് കൊണ്ടുപോയില്ലല്ലോ. பாரு, அவதி கிடைச்சுன்னா அம்மா வந்து அங்க போனோம் இங்க போனோம் எல்லாம் சொல்லுவாங்க. ஆனா எங்கேயும் போக மாட்டாங்க. பின்ன போனா പടവലത്തില மட்டும்தான் പോവാങ്ക. ആ ഞാൻ നിന്റെ കൂടെ മധുര വരണോന്ന് വിചാരിച്ചിരുന്ന. ഇനി ഞാൻ വരത്തില്ല. அது எனக்கு தெரியும் அம்மா. நீங்க ஏதாவது ஒரு காரணம் சொல்லி மதுரைக்கு வர மாட்டீங்கன்னு. റിസൾട്ട് വന്നേട്ടാ. கேசு, நீ ஜெயிச்சிட்டியாப்பா? എടാ എന്താ നീ ഒന്നും മിണ്ടാത്തേ? എന്തായി? ജയിച്ചാണ്. കുറച്ച് മാർക്കേ കിട്ടിക്കാണത്തുള്ളൂ. ആണേട്ടാ? എടാ നീ എന്തോ ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കുന്നേ? മലയാളം പഠിച്ച് വലിയ സാഹിത്യകാരനും വലിയ കൃഷിക്കാരനും ആവുന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ടിപ്പോ താൻ തലയും കുമ്പിട്ടിരിക്കുന്നു. എന്തോന്നാ മാർക്ക് പറഞ്ഞപ്പോ മാനസയുടെ തെറ്റിയാ. അടിച്ച് മക്കളെ അടിച്ച്. കേശവന് യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക്. ഇവന്റെ കാര്യമുണ്ട്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഞാൻ എന്റെ ഫ്രണ്ട്സും 6 തവണ ചെക്ക് ചെയ്തതാണ്. ആണോ? കൺഫേം. അങ്ങനെയാണെങ്കിൽ ഇനി അമ്മൂമ്മക്ക് സന്തോഷമായി മോനെ, അമ്മൂമ്മക്ക് സന്തോഷമായി. ഇനി അമ്മൂമ്മയുടെ ഉയരങ്ങെടുത്താലും കുഴപ്പമില്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വളം ഒന്ന് ഊരി കൊടുക്കും. വേണ്ട 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 മുമ്പ. അല്ലയോ അപ്പൊ എങ്ങനെയാ അടിച്ചു പൊളിക്കുമല്ലേ? എന്തായാലും ലച്ചുവിനെയും ശിവയൊക്കെ അറിയിക്കണ്ടേ? പിന്നെ എല്ലാരെയും വിളിക്കണം. ആ സംഭവമൊക്കെ ഓക്കെ, എല്ലാരെയും വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ ഞാൻ ഫസ്റ്റ് റാങ്കിന് വേണ്ടിയാണല്ലോ ഉന്നം വെച്ചത്. സെക്കൻഡ് റാങ്കേ കിട്ടിയുള്ളൂ, അത് കുഴപ്പമില്ല, നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഈ ആരവൊന്നും വേണ്ട, അംഗീകാരവും വേണ്ട. എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാ മതി. നമുക്ക് നോർമൽ ആയിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം. നോർമൽ. ആരാ വന്നു? നോക്കടാ പോയി. വാ നോക്കാം. ആരാ? ആരാ?
കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അയ്യോ, ആരാണ്? ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ചാനലിന്റെ ആളുകളാണ്. എന്തു പറ്റി ഇങ്ങോട്ടൊക്കെ? ഈ വീട്ടിലെ പയ്യന് റാങ്ക് കിട്ടിയെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. റാങ്ക് കിട്ടിയതേ എന്റെ അളിയനാ. എന്റെ കൊച്ചുമോനാ. എന്റെ മരുമോനോ? എന്റെ ചേട്ടനാ. അയ്യോ, എന്നോട് കേസ്. സംഭവേ മിക്കവാറും ഇത് നിങ്ങളെ വിളിച്ചു പറഞ്ഞത് എന്റെ ഫ്രണ്ട്സും പിള്ളേരും എല്ലാം ആയിരിക്കും. ഞാൻ അവന്മാരടുത്ത് പറഞ്ഞാണ് വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ലാന്ന്. അവന്മാര് കേക്കണ്ടേ അമ്മൂമ്മ? പിന്നെ BA മലയാളം സെക്കൻഡ് റാങ്ക് കിട്ടിയത് എനിക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പം എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഇന്റർവ്യൂവോ ബൈറ്റോ എന്തൊക്കെയാണ് വെച്ചെടുത്തിട്ട് പൊക്കോ. അല്ല, ഞങ്ങൾക്ക് ഇത് അത്ര നിർബന്ധമുള്ള വാർത്തയൊന്നുമല്ല. പിന്നെ ഈ റാങ്ക് പഠിത്തം എന്നൊക്കെ പറയുമ്പോ അത്ര വലിയ വ്യൂവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതൊന്നും പറയാൻ പറ്റൂല. ഇന്റർവ്യൂ എടുക്കണം, എല്ലാവരും അറിയിക്കണം. ശരി, ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് എടുക്കാം. അതേ എടുത്തോളൂ. എന്തായാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ഫ്രണ്ട്സ് വല്ലതും ആയിരിക്കും നിങ്ങളെ വിളിച്ച് ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്തല്ലേ അളിയാ? ആയിരിക്കും. അപ്പം നോക്കൂ ചേട്ടാ, ഈ റാങ്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കുണ്ടാവുന്ന അറിവ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസം മാത്രമല്ല, വിദ്യകൾ പല പല വിദ്യകൾ അഭ്യസിക്കുക എന്നുള്ള ഒരു ഘടകം കൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസം എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിലാണ് ആദ്യത്തെ നമ്മുടെ ഒരു മോട്ടീവ് ഇരിക്കുന്നത്. അവർക്ക് വേറെ പണിയുണ്ട്, അവർക്ക് താല്പര്യമില്ലാത്ത പോലെ. നീ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ TV കാണിക്കും. രണ്ടു വാക്ക് പറ. അത്രയും കൂടെ പോകണം. അത്ര മതി. ഓക്കെ, എന്റെ അളിയന്റെ ഒരു വിലപിടിപ്പുള്ള ഒരു അഡ്വൈസ് കാരണം ഞാൻ ചുരുക്കാം. ഓക്കെ, നിങ്ങൾ എടുത്തോളൂ 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 എടുത്തോളൂ. എന്താളിയാ ക്യാമറ കിട്ടണ്ടാ? എന്നെ കിട്ടൂല. നമസ്കാരം, ഞാൻ കേശു, BA മലയാളം പഠനത്തിന്. എനിക്ക് ചേട്ടാ ഈ 3 മാസത്തോട് നോക്കാൻ പാടും. 3 ഒരു സ്ഥലത്ത് നോക്കൂ. ഇല്ല, ശരി. ഓക്കെ, എന്റെ ഈ BA മലയാള പഠനത്തിന് എന്റെ ഭാഷ. എടാ ഭാഷയല്ല, ഭാഷ. എന്റെ ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവയിൽ ഞാൻ കാണിച്ച എന്റെ നൈപുണ്യത്തിന് സർവകലാശാല ഒരു തലോടൽ അഥവാ ഒരു അംഗീകാരം എന്ന രീതിയിൽ എനിക്ക് തന്നിരിക്കുന്ന ഈ 2ാം സ്ഥാനം അഥവാ ഈ 2ാം പദവി അഥവാ ഈ 2ാം വരിയിലേക്കുള്ള എന്നെ പരിഗണിച്ചതിനുള്ള പരിഗണിക്കുന്നോ നീ ഇത് അവാർഡ് തന്നോ നിനക്ക്? എന്ന് എഴുതി മേടിച്ചില്ലടാ. കുഴപ്പമൊന്നുമില്ല, ഫ്ലോയിലങ്ങ് പോട്ട് വിട്ടുപിടി. ഇങ്ങനെ ഈ പരിഗണിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദി സ്നേഹമുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. അതോടുകൂടി എന്റെ കുലീനമായി കുലീനമായി കിടക്കട്ടെ.